അപ്പൊ നമ്മുടെ ഫസ്റ്റ് ഓർഡർ വന്നിട്ടുണ്ട്. മാക്ഡിയിലെ ഡെലിവറി ചെയ്യാൻ പോയാലോ? എനിക്ക് ഫുഡും കിട്ടും. അയ്യാടാ, ഇത് ഞാൻ റിജക്ട് ചെയ്ത്. എനിക്കാണെങ്കിൽ ഒരു മണ്ടത്തരം പറ്റി. ഇനി അരമണിക്കൂറത്തേക്ക് വേണ്ടല്ലേ? അല്ല, നിങ്ങക്ക് മറ്റേ ഡെലിവറി ചെയ്യുമ്പോഴേക്കും ഫ്രീ ആയിട്ടൊന്നും. ഫസ്റ്റ് ഡെലിവറി സ്ഥലത്ത് എത്തിയിട്ടുണ്ട്, അത് ഡെലിവറി ചെയ്തിട്ട് വരാം. പിസ്സയാണ് ഡെലിവറി ചെയ്യാനുള്ളത്, അപ്പൊ പിസ്സ ഡെലിവറി ചെയ്തിട്ട് വരാം. അത് ഡെലിവറി ചെയ്ത് വന്നപ്പോ അടുത്ത ഓർഡർ വന്ന്. ഇന്ന് എത്ര കിട്ടി, എത്ര ഓർഡർ നമ്മൾ കംപ്ലീറ്റ് ചെയ്തെന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം അല്ലേ? അതെ, നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താ? നമ്മളിത് ഡെലിവറിക്ക് പോകുന്നു. എന്ത് ഡെലിവറി? ഫുഡ് ഡെലിവറിക്ക്. അതെ, ഒരുപാട് നാളെ ഞാനിപ്പോ ഡെലിവറി ചെയ്തിട്ട് ഇപ്പം ഏകദേശം 2 ആഴ്ചത്തോടെ. അപ്പൊ ഇന്ന് ചുമ്മാ ഇരുന്നപ്പോ എന്തായിരുന്നു പരിപാടി? നമ്മളിപ്പോ പുറത്ത് നിന്ന് പ്രൊഡക്റ്റീവ് ആക്കാന്ന് വിചാരിച്ചു. അതെ, ഇന്ന് നമ്മുടെ പ്രൊഡക്റ്റീവ് ഡേ ആണല്ലേ? ഇന്ന് നമ്മൾ എന്തോരം ഡെലിവറി ചെയ്യുമായിരിക്കും അറിയില്ല. നമുക്ക് നല്ല രീതിയിൽ ഓർഡേഴ്സ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതുവരെ ചെയ്യാൻ പറ്റും, അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ നിർത്തി പോരുമായിരിക്കും. ഇപ്പൊ സമയമാണെങ്കിൽ 6 മണിയായി. അപ്പൊ നല്ല രീതിയിൽ ഓട്ടങ്ങൾ ഉണ്ടെങ്കിൽ ഒരു 10 മണി വരെയും ചെയ്യാം. അല്ലെങ്കിൽ ഓർഡർ എപ്പോഴാണോ ക്യാൻസൽ റഷ് കുറയുന്നത് അപ്പൊ നമുക്ക് നിർത്താന്നാണ് നമ്മുടെ പ്ലാൻ അല്ലേ? ചെയ്ത് നോക്കിയാലോ അപ്പൊ നമുക്ക്. അപ്പൊ നമ്മുടെ ഫസ്റ്റ് ഓർഡർ വന്നിട്ടുണ്ട്. ഇത് വരുന്നത് 16 പൗണ്ട്സ് ആണ് നമുക്ക് കിട്ടുന്ന റേറ്റ്. അപ്പം 2 പേർക്കാണ് 2 ഡെലിവറി ആണുള്ളത്. അപ്പൊ അതെന്തായാലും നമുക്ക് പോയി പിക്ക് ചെയ്തിട്ട് അതുകൊണ്ട് കൊടുക്കാം അല്ലേ? നമുക്ക് സമയം പോവല്ലേ? അപ്പൊ നമ്മൾ ഫസ്റ്റ് ഓർഡർ എടുക്കാൻ വേണ്ടിയിട്ട് കടയിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. ഇവിടെ അടുത്താണ് ഒരു കട പറഞ്ഞത്. ഫിഷ് ആൻഡ് ചിപ്സിന്റെ ഒരു കടയാണ്. അവിടെ പോയിട്ട് സാധനം എടുക്കുക. സോൾട്ട് വാട്ടർ എന്ന് പറഞ്ഞിട്ട് ഈ ഒരു കടയിൽ നിന്ന് ഞാൻ പോയി സാധനം പിക്ക് ചെയ്തിട്ട് വരാം. അപ്പൊ നമുക്ക് നമ്മുടെ ഫസ്റ്റ് ഓർഡർ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി സെക്കൻഡ് ഓർഡർ കളക്ട് ചെയ്യാൻ വേണ്ടി പോകാം. ഇവിടെ നിന്നായിരുന്നു നമ്മളിപ്പോ വാങ്ങിയത്. ഇനിയിപ്പോ ആ കാണുന്ന കടയിൽ നിന്നാണ് നമുക്ക് വാങ്ങാനുള്ളത്. നേരെ അങ്ങോട്ടേക്ക് പോകാം. ഫസ്റ്റ് ഓർഡർ. അപ്പൊ നമുക്ക് ഇപ്പൊ കിട്ടിയ ഓർഡർ ഇവിടുന്ന് 5 മിനിറ്റ് ദൂരമുള്ളതാണ്. 2 മൈൽ ഡിസ്റ്റൻസ് ആണ് ഉള്ളത്. നമ്മൾ അങ്ങോട്ടേക്കാണ് ഇപ്പൊ പൊക്കോണ്ടിരിക്കുന്നത് അല്ലേ? സാധാരണ നമുക്ക് എല്ലാ കടയിലും പോയി കഴിഞ്ഞാൽ എല്ലാ സാധനങ്ങളും പ്രിപ്പയർഡ് ആയിട്ട് വെച്ചിട്ടുണ്ടാവും. പക്ഷെ ഇവിടെ ഫിഷ് ആൻഡ് ചിപ്സിന്റെ കടയിൽ മാത്രം നമ്മൾ ചെന്ന് കഴിഞ്ഞിട്ട് അവർ ഓർഡർ കുക്ക് ചെയ്യാൻ വേണ്ടി ഇടത്തുള്ളൂ. അപ്പൊ അതിന്റെ ഒരു ഡിലേ ആ ഒരു കടയിൽ നമുക്ക് വന്നായിരുന്നു. ഏകദേശം ഒരു 5 മിനിറ്റോളം നമ്മൾ അവിടെ വെയിറ്റ് ചെയ്തായിരുന്നു. ഇതാണ് ഇവിടുത്തെ ബീച്ച് എന്ന് പറയുന്നത്. വലിയ ബീച്ചാണ്. അവിടെ ഫിഷിംഗ് ഒക്കെ ഇപ്പൊ നടക്കുന്നുണ്ടായിരുന്നു. പക്ഷെ നമ്മളിപ്പോ ഫിഷിംഗ് ഒന്നും അങ്ങനെ ചെയ്യുന്നില്ലല്ലോ. നമ്മളിപ്പോ ഡെലിവറി ചെയ്തോണ്ടിരിക്കും. അത് കൊള്ളാം. ഫസ്റ്റ് ഡെലിവറി സ്ഥലത്ത് എത്തിയിട്ടുണ്ട്, അത് ഡെലിവറി ചെയ്തിട്ട് വരാം. 6 മണിക്ക് തുടങ്ങിയതാണ്. ഇപ്പൊ 6:30 ആദ്യത്തെ ഡെലിവറി ആയിട്ടുള്ളൂ. ഇച്ചിരി ടൈം എടുത്തു. ഫസ്റ്റ് ഓർഡർ ഡെലിവറി ചെയ്ത് ഇനിയിപ്പോ നമുക്ക് രണ്ടാമത്തെ ഓർഡർ ചെയ്യാൻ പോകാം. അത് ഇവിടുന്ന് അടുത്താണ്, നമുക്ക് അടുത്തേക്ക് തന്നെ പോവാം. അങ്ങനെ അത് ഡെലിവറി ചെയ്ത് വന്നപ്പോൾ അടുത്ത ഓർഡർ വന്ന്. ഇത് 10 പൗണ്ട് നമുക്കുള്ളത്. അപ്പം അത് ഡെലിവറി ചെയ്യാൻ പോവാം. അടുത്ത ഡെലിവറി വന്ന്. ഇവിടുന്ന് നോക്കിക്കേ, ഇപ്പൊ ആ വീടിന്റെ പുറയിലായിട്ട് ബോട്ട് നിൽക്കുന്ന പോലെ ഇല്ലേ? നോക്ക്, അവിടെ കപ്പലുണ്ടല്ലോ. അതാ ഞാൻ പറഞ്ഞു. പോയാൽ അടുത്ത ഡെലിവറിക്ക് ഇവിടെ അടുത്ത് തന്നെയാണോ? 2 പേര്. എനിക്കാണെങ്കിൽ ഒരു മണ്ടത്തരം പറ്റിയെന്ന്. വീഡിയോ എടുക്കുന്ന കാരണം ഞാൻ ആ കഴിഞ്ഞ ഓർഡർ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് മറന്നുപോയി. അങ്ങനെ ആ ഓർഡർ പോയി. നമുക്ക് എന്തായാലും അടുത്ത ഓർഡറിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം അല്ലേ? നമുക്കിത് അടുത്തൊരു ഡെലിവറി വന്നിട്ടുണ്ട്. അത് 13.75 ആണ്. അപ്പൊ നമ്മളത് ഇവിടെ ഷോപ്പിന്റെ മുമ്പിലെത്തി. അപ്പൊ ഇതാണ് ഷോപ്പ്, ടർക്കിഷ് കബാബ് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അവിടെ നിന്ന് സാധനം പിടിച്ചിട്ടേ. അപ്പോൾ നമ്മൾ അടുത്ത ഡെലിവറി ചെയ്യാൻ വേണ്ടിയിട്ട് എത്തി. ഇവിടെ ഒരുപാട് ഫ്ലാറ്റ് ഉണ്ട്. ഇനി ഇതിൻ്റെ അകത്ത് ഏത് ഫ്ലാറ്റിലാന്ന് കണ്ടുപിടിക്കണം. ഇത് ഒരു വില്ല പോലെ ഓരോ സ്ഥലമാണ്. അപ്പം ഇതിൻ്റെ അകത്ത് ഞാൻ വീട് പോയി കണ്ടുപിടിക്കട്ടെ, ഡെലിവറി ചെയ്തിട്ട് വരാം. ആ ഒരു ഡെലിവറി കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഓർഡർ ഡെലിവറി ചെയ്യാൻ വേണ്ടിയിട്ട് അടുത്ത വീട്ടിലേക്ക് വന്നേക്കാണ്. അപ്പോൾ ഇതും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ഓർഡർ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. ഇതാണ് വീടെന്നാ തോന്നുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത ഓർഡർ വന്നിട്ടുണ്ട്. പക്ഷേ ഞാൻ ഇത് എടുക്കുന്നില്ല. ഇത് 6.80 പൗണ്ട്സ് ആണ് കാണിക്കുന്നത്. അപ്പോൾ ഞാൻ എന്തായാലും ഇതിൽ കൂടുതൽ കിട്ടുമോ എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ എന്തായാലും ഞാനിത് റിജക്റ്റ് ചെയ്യുകയാണ്. അടുത്ത വരുമായിരിക്കുമോ? ഇത് ഞാൻ റിജക്ട് ചെയ്യാം. ഇത് 3 പൗണ്ട്സേ ഉള്ളൂ. ഡിക്ലൈൻ ഓഫ്. അടുത്ത് വരുമായിരിക്കുമോ? എനിക്ക് വിശക്കുന്നു. നിനക്ക് ഈ വിശപ്പുള്ളതാണല്ലോ. ഈ ഫുഡിന്റെ എല്ലാം കൂടി സ്മെല്ലടിച്ചിട്ട് എനിക്ക് തന്നെ വിശക്കുന്നു. ഒരു ഡെലിവറി വന്നിട്ടുണ്ട് 8.36 പൗണ്ട്സ് മാക്ഡിന്നാണ്. അപ്പൊ നമുക്ക് അതെന്തായാലും അക്സെപ്റ്റ് ചെയ്യാം. മാക്ഡിയിലെ ഡെലിവറി ചെയ്യാൻ പോയാലോ? എനിക്ക് ഫുഡും കിട്ടും. അയ്യാടാ, ഫുഡൊന്നും ഇല്ല, ഫുഡൊക്കെ ലാസ്റ്റ്. അപ്പൊ നമ്മൾ മാക്ഡിയിൽ എത്തിയിട്ടുണ്ട്. ഇനി ഇവിടെ പോയിട്ട് കളക്ട് ചെയ്തിട്ട് വരാം. ഇനി അരമണിക്കൂറത്തേക്ക് വേണ്ടല്ലേ? അല്ല, നിങ്ങക്ക് മറ്റേ ഡെലിവറി ചെയ്യുമ്പോഴേക്കും ഫ്രീ ആയിട്ട് എന്തോ ഡ്രിങ്ക് കിട്ടില്ല? ഡ്രിങ്ക് കിട്ടും. എന്നിട്ട് എന്ത് ഡ്രിങ്ക്? ഞാൻ ചോദിച്ചില്ല. എനിക്ക് വേണമായിരുന്നു. അടുത്തോട്ട് വാങ്ങാം. പോവാ നമുക്ക്. അടുത്ത ഡെലിവറി എവിടെയാണ്? അപ്പൊ ഈ വീട്ടിൽ കൊണ്ട് ഞാൻ ഡെലിവറി കൊടുത്തിട്ട് വരാം. അങ്ങനെ ആ ഡെലിവറിയും കഴിഞ്ഞ് ഇനി അടുത്ത ഡെലിവറിക്ക് അടുത്ത ഡെലിവറി വന്നിട്ടുണ്ട്. കഴിഞ്ഞില്ലേ? പോവാ അടുത്തത്. അടുത്ത നമ്മുടെ ഡെലിവറി എന്ന് പറയുന്നത് ഈ ഒരു ഷോപ്പിൽ നിന്നാണ്. ഇത് വലിയൊരു പബ് പോലത്തെ സംഭവമാണ്.
കണ്ടില്ലേ, ഇതിന്റെ നേരെ ഫ്രണ്ടിൽ തന്നെയാണ് നമ്മുടെ ബീച്ചും പരിപാടിയെല്ലാം കാണുന്നത്. നമുക്ക് ഇതേ വേറൊരു ഓർഡറും കൂടെ വന്നിട്ടുണ്ട്. ഇത് എമൗണ്ട് പറഞ്ഞത് £7 ആണ്, 7.71 പൗണ്ട്സ്. ഇന്ന് നല്ല തിരക്കുണ്ടല്ലോ അത്യാവശ്യം, ഓട്ടത്തോടെ ഓട്ടം. എല്ലാരും ഉണ്ട് പുറത്ത്, ഭയങ്കര ബിസിയാണ്. എന്തായാലും ഞാൻ ഓർഡർ കളക്ട് ചെയ്തിട്ട് വരാം. നാക്കൊക്കെ കൊടുക്കുന്നു. രാത്രി ആവുന്ന 8:30 ഇപ്പം. അതും കഴിഞ്ഞു, അടുത്ത ഓർഡർ കിട്ടിയിട്ടുണ്ട്. പോവാം. ബിസി 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 ബിസി. ഇവിടെ 2 മിനിറ്റ് ഡിലേ ഉണ്ടെന്ന് പറഞ്ഞപ്പോ അതിന് വേണ്ടിട്ട് വെയിറ്റ് ചെയ്യും. ഇപ്പൊ അവരുടെ കൂടെ ബർത്ത്ഡേ ആഘോഷിക്കുകയാണ്. 6 ബർത്ത്ഡേ ആ ഷോപ്പില്. പിസ്സയാണ് ഡെലിവറി ചെയ്യാനുള്ള. അപ്പോൾ പിസ്സ ഡെലിവറി ചെയ്തിട്ട് വരാം. ഇവിടെയാണെന്ന് തോന്നുന്നു. അപ്പോൾ ഞാനാണെങ്കിൽ ലാസ്റ്റത്തെ നമ്മുടെ ഡെലിവറി ചെയ്യാൻ പോകണം. ഇപ്പോൾ സമയം 9:30 ആയി. ഇപ്പോൾ ഇതും കൂടെ ഡെലിവറി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നടത്താം. എന്നിട്ട് നമുക്ക് നോക്കാം എത്രയായെന്ന് മൊത്തം. എന്നെ നിർത്തിയാലോ? 9:30 സമയമായി. ടയർഡായല്ലേ? എനിക്ക് മടുത്ത്. അതിനാണെങ്കിൽ ബോറടിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ നമുക്ക് ഇന്ന് എത്ര കിട്ടി, എത്ര ഓർഡർ നമ്മൾ കംപ്ലീറ്റ് ചെയ്തെന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം അല്ലേ? കാണിച്ചു കൊടുക്കട്ടെ. ഇന്നത്തെ എന്റെ ഏണിങ്സ് എന്ന് പറയുന്നത് 53 പൗണ്ടാണ്. ടോട്ടൽ നമ്മൾ 5 ഓർഡേഴ്സ് എടുത്ത് ജസ്റ്റ് ഇട്ടില്ല. പിന്നെ വന്നിട്ട് ഡെലിവറിയിലും ഒരു ഓർഡർ എടുത്തായിരുന്നു. 13 പൗണ്ട് അത് കിട്ടി. അപ്പൊ 13ഉം 53 എത്ര? 66. എത്ര മണിക്കൂർ ഓടി? നമ്മള് 6 മണിക്ക് തുടങ്ങി. 6, 7, 8, 9 അല്ല 6, 7, 8, 9 3.5 മണിക്കൂർ. 3.5 മണിക്കൂർ. 3.5 മണിക്കൂർ കൊണ്ട് നമ്മൾ എത്ര ഉണ്ടാക്കി? 63 പൗണ്ട്. 66 പൗണ്ട്. കൊള്ളായിരുന്നല്ലേ? നമ്മൾ രാവിലെ തൊട്ട് ചെയ്യുകയാണെങ്കിൽ ഇതിൽ കൂടുതൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റത്തില്ലേ? പറ്റും. നമുക്ക് ഇത് ചെയ്യുന്ന സമയത്ത് ഈ ഡെലിവറി കിട്ടുന്നല്ല, ഓർഡർ കിട്ടുന്ന പോലെയൊക്കെ ഇരിക്കും. ഞാൻ ബേസിക്കലി വല്ലപ്പോഴും മാത്രമേ ഡെലിവറി ചെയ്യാറുള്ളൂ. അതും ഫ്രീ ആയിട്ട് കിട്ടുമ്പോൾ ബോറടിച്ചിരിക്കുമ്പോൾ മാത്രം ചെയ്യുന്ന ഒരു പണിയാണിത് അല്ലേ? അത് മാത്രമല്ല, ഞാൻ ചെയ്യുവാണെങ്കിലും വൈകുന്നേരങ്ങളിൽ മാത്രമേ ചെയ്യാറുള്ളൂ. ഒരു 5 മണിക്ക് ശേഷമാണ് ഞാൻ കൂടുതലും ഡെലിവറി ചെയ്യുന്നുണ്ടെങ്കിൽ ചെയ്യത്തുള്ളൂ. ഇതേപോലെ ആയിരിക്കില്ല കേട്ടോ, നമുക്ക് പലപ്പോഴും പല രീതിയിലായിരിക്കും. ഇന്ന് കുറച്ച് പീക്ക് ടൈം ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കുറച്ച് ഓർഡർ പടപടായി കിട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ഇതിൻ്റെ ഒപ്പം നമുക്ക് പെട്രോളിൻ്റെ ചിലവുണ്ട്, പിന്നെ ഇൻഷുറൻസ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം ഇതിൽ നിന്ന് കട്ടാവും അല്ലേ? ചെലവുണ്ട്, പക്ഷെ ലാഭമാണെന്ന് തോന്നുന്നല്ലേ മറ്റു ഡെലിവറി ഇതൊക്കെ വെച്ച് നോക്കും. ലാഭം മീൻസ് നമുക്കൊരു ടൈം പാസ് ആണ്. പിന്നെ ഒരു ചെറിയൊരു എമൗണ്ട് ഏണിങ്സും കിട്ടുമ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷൻ. അതെ. അപ്പൊ എന്തായാലും ഈ ഒരു വീഡിയോ ഞങ്ങൾ ഇവിടെ നിർത്തുവാണ്. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് കമന്റ് ചെയ്യുക. എനിക്ക് അറിയാവുന്നതാണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഇനി ഇതേപോലുള്ള വീഡിയോസ് ഒക്കെ വേണമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.